വെൽക്കം ടു ഓൾ. എല്ലാവർക്കും എക്കോസ് എഡ്യൂടെക്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്നുള്ള പാഠഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടു കോർഡ്സ്, രണ്ട് ഞാണുകൾ എന്നുള്ള ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രിൻസിപ്പിൾസ് പഠിച്ചു. അതൊന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. പി എ ഇൻറ്റു പി ബി സി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അതായത് രണ്ട് ഞാണുകൾ വൃത്തത്തിനകത്ത് പരസ്പരം ലംബമല്ലാത്ത രീതിയിൽ നോൺ പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ രണ്ട് കോർഡ്സിൻ്റെയും പീസസ് അല്ലെങ്കിൽ ആ രണ്ട് ഞാണിൻ്റെയും ഭാഗങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ്, ആ ഒരു ബന്ധത്തെയാണ് നമ്മൾ പി എ ഇൻറ്റു പി ബി സി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നത് ലെങ്ത്ത് കണ്ടെത്താനുള്ള ചോദ്യങ്ങളായിരിക്കും. നീളങ്ങൾ കണ്ടെത്തുക, ആ രണ്ട് ഞാണിൻ്റെ നീളങ്ങൾ കണ്ടെത്തുക, അല്ലെങ്കിൽ പി എയുടെ നീളം എത്ര, പി ബിയുടെ നീളം എത്ര എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കണക്കുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഒരു ചതുരം, അതിന് തുല്യ പരപ്പളവുള്ള മറ്റൊരു ചതുരം, അല്ലേ, ഒരു ചതുരവും അതിന് തുല്യ പരപ്പളവുള്ളതും ഒരു വശം തന്നിട്ടുള്ളതുമായിട്ടുള്ള ഒരു ചതുരം വരയ്ക്കുക. ഫോർ എക്സാമ്പിൾ 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ വശങ്ങളോട് കൂടിയ ഒരു റെക്റ്റാങ്കിൾ, ഒരു ചതുരം വരയ്ക്കുക. ഇതേ പരപ്പളവും ഒരു വശത്തിൻ്റെ നീളം, ഒരു സൈഡിൻ്റെ ലെങ്ത്ത് 6 സെൻറ്റിമീറ്ററുമായിട്ടുള്ള മറ്റൊരു ചതുരം വരയ്ക്കുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണത് വരയ്ക്കുന്നത് എന്നൊക്കെ പഠിച്ചതാണ്. അതുപോലെ തന്നെ രണ്ട് കോർഡ്സ്, രണ്ട് ഞാണുകൾ, അതിൽ ഒരു ഞാണെന്താണ്, നമ്മുടെ ഡയമീറ്റർ ആണ്, വ്യാസമാണ്. ഇപ്പോൾ എ ബി എന്ന് പറയുന്നത് വ്യാസമാണ്. വ്യാസത്തിന് പരസ്പരം ലംബമായിട്ട് മുറിച്ച് കിടക്കുന്ന ഒരു ഞാണാണ്, ഒരു കോഡാണ് സി ഡി എന്ന് പറയുന്നത്. അങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വരികയാണെങ്കിൽ അവിടെ ആ രണ്ട് ഞാണുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ എങ്ങനെ എഴുതുക, പി എ ഇൻറ്റു പി ബി സി ഈക്വൽ ടു പി സി സ്ക്വയർ, അല്ലെങ്കിൽ പി എ ഇൻറ്റു പി ബി സി ഈക്വൽ ടു പി ഡി സ്ക്വയർ എന്നൊക്കെ എഴുതാം. അപ്പോൾ അതാണ് അതിൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ട് അല്ലെങ്കിൽ ഒരു ചതുരം വരയ്ക്കാൻ പറഞ്ഞിട്ട് അതിന് തുല്യ പരപ്പളവുള്ള സമചതുരം എങ്ങനെയാണ് നിർമ്മിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഒരു നിർമ്മിക്കുന്ന രീതിയൊക്കെ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചിത്രത്തിൽ വൃത്തത്തിലെ എ ബി സി ഡി എന്നീ ഞാണുകൾ നീട്ടി പി എന്ന ബിന്ദുവിൽ മുട്ടിച്ചിരിക്കുന്നു. എ സി ബി ഡി ഇവ യോജിപ്പിച്ച് കിട്ടുന്ന എ പി സി പി ബി ഡി എന്നീ ത്രികോണങ്ങളുടെ കോണുകൾ തുല്യമാണെന്ന് തെളിയിക്കുക. അതാണ് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. 2, പി എ ഇൻറ്റു പി ബി സി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് തെളിയിക്കുക. പി ബി സി ഈക്വൽ ടു പി ഡി ആണെങ്കിൽ എ ബി ഡി സി എന്ന ചതുർഭുജം സമപാർശ്വലംബകമാണെന്ന് തെളിയിക്കുക. ഓക്കെ, ഇൻ ദ പിക്ചർ chords AB and CD of the circles are extended to meet at P. Prove that the angles of triangle APC and triangle PBD formed by joining AC and BD are the same. Prove that PA into PB is equal to PC into PD. Prove that if PB is equal to PD, then ABDC is an isosceles trapezium. അപ്പോൾ ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇത്തരത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് പരീക്ഷയ്ക്ക്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ച ഒരുപാട് പ്രിൻസിപ്പിൾസ് അതിനകത്തേക്ക് അപ്ലൈ ചെയ്യാനുണ്ട്, തെളിയിക്കാനുണ്ട്, അല്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൽ സി എ, അല്ലേ, എ ഡി എ ബി എന്നുള്ള രണ്ട് കോഡ്സ് ഉണ്ട്. ആ രണ്ട് ഞാണുകൾ പി എന്ന പോയിന്റിലേക്ക് നീട്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ സി ഡി എന്ന് പറയുന്ന ഒരു ഞാൻ, അല്ലേ, ഒരു കോഡ്, അതുപോലെ എ ബി എന്ന് പറയുന്ന ഒരു കോഡ്, ഇത് രണ്ടും പി എന്ന പോയിന്റിലേക്ക് നീട്ടിയിരിക്കുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൂവ് ദാറ്റ് ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ പി സി, അതായത് ഇവിടെ ഉണ്ടാകുന്ന ഈ രണ്ട് ത്രികോണങ്ങൾ, ഒന്നാമത്തെ ത്രികോണം, ഈ വലുത് രണ്ടാമത്തെ ത്രികോണം, അല്ലേ, അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളുടെ കോണുകൾ തുല്യമാണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ബി ഡി അങ്ങ് ജോയിൻ ചെയ്തു, അല്ലേ, ഇവിടെ ബി ഡി അല്ലെങ്കിൽ ഡി ബി അങ്ങ് ജോയിൻ ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്തു, കോൺ എ വൈ ഡിഗ്രി എന്നെടുത്തു, കോൺ സി എക്സ് ഡിഗ്രി എന്നെടുത്തു. അറിയില്ല, അല്ലേ, അതുകൊണ്ട് ഞാൻ എക്സ് വൈ എന്നെടുത്തു, സി എക്സ് എന്നെടുത്തു, എ വൈ ഡിഗ്രി എന്നെടുത്തു. ഇനി നോക്കിക്കേ, എ ബി ഡി സി എന്ന് പറയുന്ന ഈ ഒരു ചതുർഭുജത്തിൻ്റെ, ഈ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കുക.
പ്രത്യേകത എന്താണ്? അതിൻ്റെ 4 വേർട്ടീസസും അതിൻ്റെ 4 ശീർഷങ്ങളും ഓൺ ദി സർക്കിളാണ്, വൃത്തത്തിലാണ്. അതുകൊണ്ട് ഈ ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് എന്താണ്? സൈക്ലിക് ആണ്. അത് ചക്രീയ ചതുർഭുജമാണ്. അതുകൊണ്ട് ഇവിടെ എക്സ് ആണ് എങ്കിൽ ഇവിടെ 180 - x ഡിഗ്രി എന്നും ഇവിടെ y ആണെങ്കിൽ 180 - y ഡിഗ്രി എന്നും വരും. അതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആംഗിൾ സി, കോൺ സി എക്സ് ഡിഗ്രി എന്ന് എടുത്തു കഴിഞ്ഞാൽ കോൺ എ ബി ഡി എന്താ വരിക? 180 - x ഡിഗ്രി. കാരണം ഒരു ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ് അല്ലേ? സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ 180 - x എന്നും ഇവിടെ 180 - y എന്ന് എടുക്കും അല്ലേ? ആംഗിൾ എ എന്ന് പറയുന്നത് y എടുത്തു. അങ്ങനെയാണെങ്കിൽ സി ഡി ബി എന്ന് പറയുന്നത് 180 - y ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി അവിടുത്തെ ഈ ഒരു കോൺ, ഈ ഒരു ആംഗിൾ നോക്കുക. ഇവിടെ 180 - y ആണെങ്കിൽ ഇവിടെ എത്ര വരും? y എന്ന് വരും. കാരണം എന്താണ്? ലീനിയർ പെയർ, രേഖീയ ജോഡികളാണ് അല്ലേ? അപ്പോൾ ഈ രണ്ട് കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ ഒരു വരയെ നമ്മളിങ്ങനെ രണ്ടായിട്ട് ഭാഗിക്കുകയാണെങ്കിൽ ഈ രണ്ട് കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം അല്ലേ? അപ്പോൾ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എന്തായാലും 120 ഡിഗ്രി വരണം. അപ്പോൾ അതേപോലെ ഇവിടെ 180 y ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? y വന്നു കഴിഞ്ഞാലാണ് ഇത് രണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ 180 - x ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? x എന്ന് വരണം. അപ്പോൾ നമ്മൾ എഴുതി വെച്ചു കോൺ പി ബി ഡി എന്ന് പറയുന്നത് എത്രയാണ്? പി ബി ഡി എന്ന് പറയുന്നത് x എന്നും കോൺ പി ഡി ബി എന്ന് പറയുന്നത് y എന്നും നമ്മൾ എഴുതി വെച്ചു. കാരണം എന്താണ്? ലീനിയർ പെയർ, രേഖീയ ജോഡികൾ. ഓക്കെ, അപ്പോൾ നോക്കുക, നമ്മളിവിടെ പറഞ്ഞു വെച്ചത് ട്രയാങ്കിൾ പി എ സി, ട്രയാങ്കിൾ പി ബി ഡി, അതാണ് നമ്മുടെ ചോദ്യം അല്ലേ? ട്രയാങ്കിൾ പി എ സി നോക്കുക, പി എ സി വലിയ ആ ഒരു ത്രികോണം. രണ്ട് പി ബി ഡി, പി ബി ഡി എന്നുള്ള രണ്ടാമത്തെ ത്രികോണം. ഇതിൻ്റെ കോണുകളൊക്കെ തുല്യമാണെന്ന് തെളിയിക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഏകദേശം മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ്? ഈ രണ്ട് ആംഗിൾസും തുല്യമാണ്, ഈ രണ്ട് കോണുകളും തുല്യമാണ്. മൂന്നാമത്തെ കോൺ എന്ന് പറയുന്നത് ആംഗിൾ പി ആണ്. മൂന്നാമത്തെ കോൺ എന്താണ്? പി ആണ്. രണ്ടിനും ഈ ഒരു ചെറിയ ത്രികോണം എടുത്തു കഴിഞ്ഞാലും വലിയ ത്രികോണം എടുത്തു കഴിഞ്ഞാലും അതിലെ ഒരു കോണാണ്, അതിലെ ഒരു ആംഗിളാണ് പി എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് കോമൺ ആംഗിളാണ്, പൊതുവായിട്ടുള്ള കോണാണ്. അതുകൊണ്ട് ഈ രണ്ട് ത്രികോണത്തിലെ 3 കോണുകൾ എന്താണ്? തുല്യമാണ്. അപ്പോൾ നമ്മൾ എഴുതിച്ചു കോൺ എ എന്ന് പറയുന്നതും കോൺ പി ഡി ബി എന്ന് പറയുന്നു, ആംഗിൾ പി ഡി ബി എന്ന് പറയുന്നതും y ഡിഗ്രിയാണ്. കോൺ സി, ആംഗിൾ സി എന്ന് പറയുന്നതും ആംഗിൾ പി ബി ഡി, കോൺ പി ബി ഡി എന്ന് പറയുന്നതും എക്സ് ഡിഗ്രിയാണ്. പി എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ത്രികോണത്തിലെയും പൊതുവായ കോണാണ് അല്ലേ? ത്രികോണം പി എ സിയിലെയും ത്രികോണം പി ബി ഡിയിലെയും ഒരു കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള കോണാണ് കോൺ പി എന്ന് പറയുന്നത്. അപ്പോൾ അതും ഈക്വലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി എ സി ആൻഡ് ട്രയാങ്കിൾ പി ബി ഡി ആർ ഈക്വൽ. കോണുകൾ തുല്യമായിരിക്കും. ഏതൊക്കെ? ത്രികോണം പി എ സിയിലെയും ത്രികോണം പി ബി ഡിയിലെയും കോണുകൾ തുല്യമായിരിക്കും. അതാണ് നമ്മൾ ചെയ്തു വെച്ചത്. അപ്പോൾ സിമ്പിളാണ്. ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സോൾവ് ചെയ്തു. ഇനി അതിലെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കുക. പ്രൂവ് ദാറ്റ് പി എ ഇൻറ്റു പി ബി സി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി എന്ന് തെളിയിക്കുക. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചു ഈ രണ്ട് ത്രികോണങ്ങൾ എന്താണ്? തുല്യമാണെന്ന് പറഞ്ഞു വെച്ചു അല്ലേ? സിമിലർ ആണെന്ന് പറഞ്ഞു വെച്ചു. അതിൻ്റെ ആംഗിൾസ് ഒക്കെ എന്താണ്? ഈക്വലാണ്. അപ്പോൾ ഈക്വലാണ്, സദൃശ്യ ത്രികോണങ്ങളാണ് ഇത് രണ്ടും എന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇവിടെ y എടുത്തു കഴിഞ്ഞാൽ അല്ലേ ഇവിടെ y എന്ന് വരും, ഇവിടെ x എടുത്തു കഴിഞ്ഞാൽ ഇവിടെ x എന്ന് വരും. ഈ രണ്ട് കോണുകൾ തുല്യമാണെന്ന് പറഞ്ഞു വെച്ചു. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? സദൃശ്യ ത്രികോണങ്ങളാണ്. അപ്പോൾ സദൃശ്യ ത്രികോണങ്ങളാണെങ്കിൽ സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ സൈഡ്സ് എന്തായിരിക്കും? ആനുപാതികമായിരിക്കും. ദ സൈഡ്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് ആർ പ്രൊപ്പോർഷണൽ. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചാൽ മതി. സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് അതിൻ്റെ വശങ്ങൾ എന്തായിരിക്കും? ആനുപാതികമായിരിക്കും, പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ നോക്കുക, നമ്മൾ ആദ്യം എടുത്ത കോണുകൾ നോക്കാം. പി എ ബൈ പി ഡി, ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം? പി എ ബൈ പി ഡി. അപ്പോൾ ഈ കോണ് നോക്കുക എക്സ് ഡിഗ്രി, ഈ കോണ് നമ്മൾ ആദ്യം എടുത്തത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന വശം നോക്കുക, വലിയ ട്രയാങ്കിളിൻ്റെ ഏതാണത്? പി എ. അതുകൊണ്ട് എഴുതി പി എ. ഇനി അതേ എക്സ് വരുന്ന ഏതാണ്? ഇവിടെയാണ് എക്സ് വരുന്നത്. ചെറിയ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആ ഒരു സൈഡ്, ആംഗിളിന് ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ് നോക്കുക ഏതാണ്? പി ഡി. അപ്പോൾ നമ്മൾ എഴുതി പി എ ബൈ പി ഡി. അടുത്ത ആംഗിൾ നോക്കുക വൈ ആണ്. വൈക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന ഏതാണ്? പി സി. അപ്പോൾ എഴുതി വെച്ചു പി സി. ഇനി വൈക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന ഏതാണ്? പി ബി. അപ്പോൾ പി സി ബൈ പി ബി. ഇനി എന്ത് ചെയ്യുന്നു? അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യം മുകളിലത്തെ എടുത്തു പി എ, ഇതിനെ താഴെ കിടക്കുന്ന എടുത്തു പി ബി. അപ്പോൾ പി എ ഇൻറ്റു പി ബി സി ഈക്വൽ ടു പി സി. ഇവിടെ താഴെ കിടക്കുന്ന അപ്പുറത്തേക്ക് പോയപ്പോൾ ഇൻറ്റു എന്നായി, പി സി ഇൻറ്റു പി ഡി.
അപ്പോൾ നമ്മൾ ദസ് വി പ്രൂവ് ദാറ്റ് പി എ ഇൻറ്റു പി ബി സി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അപ്പോൾ ഇ എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി നമ്മൾ തെളിയിച്ചു കഴിഞ്ഞപ്പോൾ സിമിലർ ട്രയാങ്കിൾസ് ആണ്, സദൃശ്യ ത്രികോണങ്ങളാണ്, അതുകൊണ്ട് അതിൻ്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണ്, അതിൻ്റെ വശങ്ങൾ ആനുപാതികമാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉപയോഗിച്ചാൽ മതി നമുക്ക് എളുപ്പത്തിൽ ആൻസർ കണ്ടെത്താൻ സാധിക്കും. ഇനി നമുക്കതിൻ്റെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പ്രൂവ് ദാറ്റ് ഇഫ് പി ബി സി ഈക്വൽ ടു പി ഡി ദെൻ എ ബി ഡി സി ഈസ് ആൻ ഐസോസെലസ് ട്രപേസിയം. നമുക്ക് പി ബി സമം പി ഡി ആണെങ്കിൽ എ ബി ഡി സി എന്ന ചതുർഭുജം സമപാർശ്വലംബകമാണെന്ന് തെളിയിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം സമപാർശ്വലംബകം എന്താണെന്ന് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു പി ബിയും പി ഡിയും ഈക്വൽ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പി ബിയും പി ഡിയും ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, തുല്യമാണ്. പി ബി സി ഈക്വൽ ടു പി ഡി, അതായത് ഈ രണ്ട് വശങ്ങളും തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെതിരെ കിടക്കുന്ന കോണുകൾ നമ്മൾ എക്സ് ഡിഗ്രി എടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലെന്ന് ഒന്ന് മാറി ചിന്തിക്കുക. അപ്പോൾ ഇവിടെ എക്സ് എടുക്കുക. കാരണം എന്താ, ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ വശവും ഈ ഒരു ആംഗിളും തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ഒരു ത്രികോണത്തിൻ്റെ അല്ലെങ്കിൽ പി ബി ഡി എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ തുല്യമാണ് എങ്കിൽ അതെന്താണ്, ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, അത് സമപാർശ്വ ത്രികോണമാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ കോൺ എക്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കോൺ എടുക്കണം, എക്സ് ഡിഗ്രി എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക, 150 മൈനസ് എക്സ്. ഇവിടെയോ 150 മൈനസ് എക്സ് തന്നെ വരും. കാരണം രേഖീയ ജോഡികൾ നമ്മൾ നേരത്തെ പറഞ്ഞോളൂ, ലീനിയർ പെയർ എന്ന് പറയും. അപ്പോൾ അത് രണ്ട് 150 മൈനസ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കോൺ ഇല്ലേ, കോൺ എ എന്ന് പറയുന്നതും ഇത് എക്സ് ആണ്, 150 മൈനസ് എക്സ് ആണ്. ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററാണ്, ചക്രീയ ചതുർഭുജമാണ് എ ബി ഡി സി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 150 മൈനസ് എക്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം, എക്സ് ആയിരിക്കണം. ഇവിടെ 150 മൈനസ് എക്സ് ആണെങ്കിൽ ഇവിടെയും എക്സ് ആയിരിക്കണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്, കോൺ എയും കോൺ സിയും എക്സ് ഡിഗ്രിയാണ്. ഇത് എക്സ് ഡിഗ്രി വന്നിട്ടുണ്ട്, ഇത് എക്സ് ഡിഗ്രി വന്നിട്ടുണ്ട്. അതെങ്ങനെ വന്നത്, ഇവിടെ 150 മൈനസ് എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് വരണം. കാരണം എന്താണ്, സൈക്ലിക് ക്വാഡ്രിലാറ്റർ, ചക്രീയ ചതുർഭുജമാണ് എ ബി ഡി സി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എക്സ് വന്നത്. ഓക്കെ, ഇവിടെയും എക്സ് വരാനുള്ള കാരണം സെയിം റീസൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് കോൺ എയും കോൺ സിയും എക്സ് ഡിഗ്രി കിട്ടി. ഇനി നോക്കുക, എ ബി ഡി സി എന്നുള്ള ചതുർഭുജം പരിഗണിക്കുക. കൺസിഡർ ദി ക്വാഡ്രിലാറ്ററൽ എ ബി ഡി സി. കോൺ ബി സി ഈക്വൽ ടു കോൺ ഡി. കോൺ ബിയും കോൺ ഡിയും ഈക്വൽ ആണ്. കാരണം എന്താ, രണ്ട് 150 മൈനസ് എക്സ് 150 മൈനസ് എക്സ് ആണ്. അതേപോലെ തന്നെ കോൺ എയും കോൺ സിയും ഈക്വൽ ആണ്. കോൺ എ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി, കോൺ സി എന്ന് പറയുന്നത് എക്സ് ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇനി പറയുന്നത് എന്താണ്, ഇവിടെ ഈ കോൺ എക്സ് ഡിഗ്രി, ഇവിടെ ഈ കോൺ എക്സ് ഡിഗ്രി ആയതുകൊണ്ട് ഇതെന്താണ്, ഈ രണ്ട് വരകളും പാരലൽ ലൈൻസ് ആണ്, സമാന്തര വരകളാണെന്ന് നമുക്ക് പറയാം. കാരണം എന്താണ്, ഇതിൻ്റെ ഈ ചെരിവും ഇതിൻ്റെ ചെരിവും എന്താണ്, ഈക്വൽ ആണ്. രണ്ടിൻ്റെയും ചെരിവുകൾ, സ്ലോപ്പുകൾ തുല്യമാണ്. അതുകൊണ്ട് ഇവിടെ എക്സ് ഡിഗ്രി, ഈ കോണ് 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 30 ഡിഗ്രി, ആ രീതിയിൽ. അപ്പോൾ ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരകൾ ഏതൊക്കെയാണ്, എ സിയും ബി ഡി എന്ന് പറയുന്ന ഈ വരകൾ എന്താണ്, സമാന്തരമാണ്. ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ് നമുക്ക് കിട്ടി. കാരണം എന്താണ്, ഇവിടെ എക്സ് ആണ്, ഇവിടെ എക്സ് ആണ്. അതുകൊണ്ട് ആ രണ്ട് സ്ലോപ്പുകളും അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഇത് രണ്ടും പാരലൽ ലൈൻസ് ആയിരിക്കും. അപ്പോൾ നോക്കുക, എന്താണ് ഐസോസെലസ് ട്രപേസിയത്തിൻ്റെ പ്രത്യേകത നോക്കുക. അവിടെ നോൺ പാരലൽ സൈഡ്സിൻ്റെ, ഇത് പാരലൽ സൈഡ്സ് അല്ല, ഇത് ഈ രണ്ട് പാരലൽ സൈഡ്സിൻ്റെ ഇവിടെ ഉണ്ടാകുന്ന ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. അപ്പോൾ ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എക്സ് ഡിഗ്രി, അതാണ് പറഞ്ഞത് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി. അങ്ങനെയും വരും ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി, കോൺ ബി ഇസ് ഈക്വൽ ടു കോൺ ഡി. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് നമ്മൾ എഴുതി വെച്ചു. മാത്രമല്ല അതിൻ്റെ ഈ രണ്ട് കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ കോൺ എയും കോൺ ബിയും അഡ്ജസൻറ്റ് സൈഡ്സിലെ ആംഗിൾസ് അല്ലെ പാരലൽ ലൈൻസ് ഇങ്ങനെ പോകുന്നതിൻ്റെ അവിടെയുള്ള ഈ രണ്ട് അഡ്ജസൻറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ, അതിനടുത്ത് കിടക്കുന്ന രണ്ട് കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. ഇവിടെ എത്രയായിരുന്നു, എക്സ്, ഇവിടെയോ 150 മൈനസ് എക്സ്. അത് രണ്ടും കൂട്ടി നോക്കിക്കേ, കോൺ എ പ്ലസ് കോൺ ബി എന്ന് പറയുന്നത് നമുക്ക് എക്സ് പ്ലസ് 150 മൈനസ് എക്സ് കൂട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 180 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഇതെന്താണ്, ഒരു ഐസോസെലസ് ട്രപേസിയമാണ്, സമപാർശ്വ ലംബകമാണ്. സമപാർശ്വ ലംബകം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ രണ്ട് വശങ്ങൾ പരസ്പരം സമാന്തരമായിരിക്കും, രണ്ട് വശങ്ങൾ നോൺ പാരലൽ ആയിരിക്കും അല്ലേ, സമാന്തരമല്ലാത്ത രണ്ട് വശങ്ങൾ ഉണ്ടായിരിക്കും. മാത്രമല്ല അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സിൻ്റെ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. പാരലൽ ലൈൻസിനിടയിൽ കിടക്കുന്ന രണ്ട് ആംഗിൾസിൻ്റെയും നമുക്ക് ഇവിടുത്തെ ആംഗിൾസിൻ്റെയും ഇതാണ് പാരലൽ ലൈൻസ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഉള്ള ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇവിടെയുള്ള രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും കൂട്ടുമ്പോൾ 180 കിട്ടും. അതാണ് ഐസോസെലസ് ട്രപേസിയത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു എന്താണ്, എ ബി ഡി സി എന്ന് പറയുന്നത് ഒരു ഐസോസെലസ് ട്രപേസിയമാണ്, ഒരു സമപാർശ്വ ലംബകമാണ് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാം.
5 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ചതുരം വരയ്ക്കുക. ഇതേ പരപ്പളവും നീളം 6 സെൻറ്റിമീറ്ററുമായ ചതുരം വരയ്ക്കുക. ഇതേ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് വിഡ്ത്ത് 5 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഹൈറ്റ് 3 സെൻറ്റിമീറ്റേഴ്സ്. ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് ദി സെയിം ഏരിയ വിത്ത് വിഡ്ത്ത് 6 സെൻറ്റിമീറ്റേഴ്സ്. ഡ്രോ എ സ്ക്വയർ ഓഫ് ദി സെയിം ഏരിയ. അപ്പോൾ അതിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്നത് 5 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയും ഉള്ള ചതുരം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്കിനകത്ത് അത് 5 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5ഉം 3ഉമാണ് അതിൻ്റെ കറക്റ്റായിട്ട് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 5, 3 എടുത്തിട്ടാണ് വരയ്ക്കുന്നത്. അതുപോലെ മലയാളം മീഡിയം 4 സെൻറ്റിമീറ്റർ എന്നുള്ളത് മാറ്റിയിട്ട് 3 സെൻറ്റിമീറ്റർ എന്നാക്കുക. 5 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ചതുരം വരയ്ക്കുക. അതിന് തുല്യ പരപ്പളവുള്ള ഒരു വശത്തിൻ്റെ നീളം 6 സെൻറ്റിമീറ്ററുമായിട്ടുള്ള ചതുരമാണ് നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വരയ്ക്കാൻ നോക്കുക. ഇതേ രീതിയിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് വരയ്ക്കാം. ആദ്യം എന്ത് ചെയ്തു? ആദ്യം നിങ്ങൾ ഈ നീല ഭാഗത്തേക്ക് നോക്കുക. ഇവിടെ 5 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. 5 സെൻറ്റിമീറ്റർ ഇവിടെ മുതൽ ഇവിടം വരെ 5 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. ദെൻ 3 സെൻറ്റിമീറ്റർ മുകളിലേക്ക് എടുത്ത് വരച്ചു. ഈ ഒരു റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്തു. കാരണം എന്താണ്? 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്ററോട് കൂടിയ എന്ത് വരയ്ക്കണം? ചതുരം വരയ്ക്കാൻ പറഞ്ഞു. നമ്മൾ ആ ചതുരം വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിൻ്റെ അതേ പരപ്പളവുള്ളതും ഒരു വശത്തിൻ്റെ നീളം 6 സെൻറ്റിമീറ്ററുമായിട്ടുള്ള മറ്റൊരു ചതുരം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുക? ഇതിൻ്റെ വീതി ഈ വശത്തേക്ക് കൂട്ടിക്കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ നിന്ന് താഴത്തേക്ക് 6 സെൻറ്റിമീറ്റർ, ഒരു വശത്തിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് നീട്ടി. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ 2 അറ്റങ്ങളിൽ നിന്നും ഇവിടേക്ക് ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇവിടുന്ന് ഇവിടേക്കും വരച്ചു, ഇവിടുന്ന് ഇവിടേക്കും വരച്ചു. എന്നിട്ട് ഈ വശത്തിൻ്റെ ലംബ സമവാചി എടുക്കുക. എന്ന് പറഞ്ഞാൽ കോമ്പസ് നമ്മൾ ഇവിടെ കുത്തുന്നു, എന്നിട്ട് മുകളിലേക്കും താഴേക്കും ആർക്ക് വരയ്ക്കുന്നു അല്ലേ? അത് മാറാതെ തന്നെ ഈ ഒരു പോയിന്റിൽ വെക്കുന്നു. നമ്മൾ ഇവിടേക്കും ഇവിടേക്കും ആർക്ക് വരയ്ക്കുന്നു. അത് കംപ്ലീറ്റ് ചെയ്യുന്നു. അതേപോലെ ഇവിടെ വീണ്ടും വെക്കുന്നു. ഇവിടുന്ന് മുകളിലേക്കും ഇതിൽ പകുതിയിൽ കൂടുതൽ ദൂരം എടുത്തിട്ട്, അതായത് ഈ ഒരു ലൈനിൻ്റെ പകുതിയിൽ കൂടുതൽ ദൂരം എടുത്തിട്ട് മുകളിലേക്കും താഴേക്കും ചാപം വരയ്ക്കുന്നു. അതേ അളവ് മാറാതെ കോമ്പസ് ഇവിടെ വയ്ക്കുന്നു, ഇവിടേക്കും ഇവിടേക്കും വരയ്ക്കുന്നു. എന്നിട്ട് ഈ 2 ലൈൻസുകൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ 2 ലൈൻസുകളും കൂട്ടിമുട്ടുന്ന പോയിന്റ് നോക്കുക. ഇതാണ് ആ പോയിന്റ്. ആ പോയിന്റ് വെച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് കോമ്പസ് നീട്ടിയിട്ട് എന്ത് ചെയ്യുക? വൃത്തം വരയ്ക്കുക. ഓക്കെ, വൃത്തം വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വൃത്തം കിട്ടും. ആ വൃത്തം എന്ത് ചെയ്യും? ഇതിലൂടെ പാസ് ചെയ്യും, ഈ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യും. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്യാം. ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരം എടുക്കുക. 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? താഴത്തേക്കും വരയ്ക്കാം, അല്ലെങ്കിൽ സൈഡിലേക്കും വരയ്ക്കാം. ഞാനിപ്പോൾ സൈഡിലേക്കാണ് വരച്ചത്. താഴത്തേക്ക് എങ്ങനെ വരയ്ക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു സർക്കിൾ കട്ട് ചെയ്തിരിക്കുന്നത്, ആ ഒരു വൃത്തം ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ ചതുരത്തിനെ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് എടുത്തു. ഇനി നോക്കുക, ഇവിടെ 6 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നത് ഇവിടം വരെയുള്ള 5 സെൻറ്റിമീറ്റർ ആയിരുന്നു. നമ്മൾ 1 സെൻറ്റിമീറ്റർ ഇവിടേക്ക് കൂട്ടി വരച്ചു. അതാണ് ആ ഒരു യെല്ലോ ലൈൻ കാണിക്കുന്നത്. അപ്പോൾ 6 സെൻറ്റിമീറ്റർ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ വെച്ചിട്ട് കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടുന്ന് ഇവിടേക്ക് വരയ്ക്കുന്നു. ഒരു ലൈൻ നീട്ടി വരയ്ക്കുന്നു. അതാണ് യെല്ലോ ലൈനിൽ കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ അളവ് കോമ്പസിൽ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് ഇവിടേക്ക് കട്ട് ചെയ്യുന്നു അല്ലേ? എന്നിട്ട് ഈ ഒരു റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ചതുരം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അതിന് തുല്യ പരപ്പളവുള്ള ചതുരം എന്ന് പറയുന്നത്. ഇനി അല്ല എങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? താഴത്തേക്കാണ് വരയ്ക്കുന്നതെങ്കിലോ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്ററിൽ ഒരു ചതുരം വരച്ചു. ചതുരം വരച്ചതിന് ശേഷം ഈ വശത്തേക്ക് 3 സെൻറ്റിമീറ്റർ നീട്ടി വരച്ചു. അതിനുശേഷം താഴത്തേക്ക് ഒരു വശം 6 സെൻറ്റിമീറ്ററാണ് ഉള്ളത് കൊണ്ട് അല്ലേ, ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സൈഡിൻ്റെ ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ താഴത്തേക്ക് വരച്ചു, 6 സെൻറ്റിമീറ്റർ എന്ന് അടയാളപ്പെടുത്തി. അതിനുശേഷം ഇവിടെ നിന്നും ഇവിടേക്കും നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു. എന്നിട്ട് അതിൻ്റെ ലംബ സമവാചി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ 2 ലൈൻസ് കിട്ടും. അത് കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? വൃത്തം വരച്ചു. അത്രയും നമ്മൾ പറഞ്ഞു. വൃത്തം വരച്ചതിന് ശേഷം വൃത്തം അത് എവിടെയാണ് കട്ട് ചെയ്യുന്നത് നോക്കുക. ഈ ഒരു പോയിന്റിൽ കട്ട് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ നിന്നും ഇവിടേക്ക് എത്ര ലെങ്ത് ഉണ്ട് നോക്കുക. ഈ ഒരു പോയിന്റിൽ നിന്നും ഇവിടേക്ക് എത്ര ലെങ്ത് ഉണ്ട് നോക്കുക. അത് കോമ്പസിലെടുത്ത് ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ നേരെ താഴത്തേക്ക് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇത് 2 കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഇതും അങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. നേരെ താഴത്തേക്ക് വരച്ചു എന്നുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ സൈഡിലേക്ക് വരച്ചു. ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്തു? താഴത്തേക്ക് വരച്ചു. അപ്പോൾ നിങ്ങൾക്ക് 2 മെത്തേഡിൽ വരച്ചു കഴിഞ്ഞാലും
നിങ്ങളുടെ ആൻസർ എന്താണ്? ശരിയാണ്. അപ്പോൾ 2 രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പോൾ സിമ്പിളാണ്. 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്ററിൽ ചതുരം വരയ്ക്കുക, റെക്റ്റാങ്കിൾ വരയ്ക്കുക, വീതി ഒരു സൈഡിലേക്ക് നീട്ടി വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുന്നു? എത്രയാണ് ഒരു വശം പറഞ്ഞിരിക്കുന്നത് ആ വശം നമ്മൾ എന്ത് ചെയ്യുന്നു? താഴത്തേക്ക് വരയ്ക്കുന്നു. 6 സെൻറ്റിമീറ്റർ താഴത്തേക്ക് വരയ്ക്കുന്നു. എന്നിട്ട് അതിൻ്റെ 2 അറ്റങ്ങളിൽ നിന്നും 2 എൻഡ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ലൈൻ വരയ്ക്കുന്നു. അതിൻ്റെ സമഭാജികൾ ബൈസെക്ടേഴ്സ് വരയ്ക്കുന്നു. അത് കൂട്ടിമുട്ടുന്ന പോയിന്റ് വെച്ചിട്ട് ആ പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക് കോമ്പസ് നീട്ടിക്കൊണ്ട് നമ്മൾ വൃത്തം വരയ്ക്കുന്നു. വൃത്തം വരച്ചതിന് ശേഷം അത് എവിടെയാണോ നമ്മുടെ റെക്റ്റാങ്കിളിനെ ചതുരത്തിനെ കട്ട് ചെയ്യുന്നത് ആ പോയിന്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റിൽ നിന്നും എത്രയാണ് കോമ്പസ് വെച്ചിട്ട് അത് എത്രയാണ് നോക്കുക. എന്നിട്ട് അതേ ദൂരം എന്ത് ചെയ്യുക? അതേപോലെ തന്നെ ഇവിടെ 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇത്രയും ഭാഗം 5 ഉള്ളൂ, 1 സെൻറ്റിമീറ്റർ ഇവിടെ കൂട്ടി കൊടുക്കേണ്ടി വരും. ഓക്കെ, അതേപോലെ ഇവിടുന്ന് 6 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഈ ലെങ്ത് എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്ന 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഏത് രീതിയാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതിയിൽ തന്നെ ചെയ്യാം. എളുപ്പം എന്ന് വെച്ചാൽ 2 സൈഡിലേക്ക് വരയ്ക്കുന്നു എന്നുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ഡ്രോ എ സ്ക്വയർ ഓഫ് സെയിം ഏരിയ. ഇതേ പരപ്പളവുള്ള എന്ത് വരയ്ക്കണം? സമചതുരം വരയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ വരച്ച പോലെ തന്നെ 5 സെൻറ്റിമീറ്ററിൽ നീളത്തിൽ ലെങ്ത്തിൽ എന്ത് ചെയ്തു? ഒരു ചതുരം വരയ്ക്കുന്നു. അതിൻ്റെ ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 3 സെൻറ്റിമീറ്റർ. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ 3 സെൻറ്റിമീറ്റർ ഇവിടേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, 3 സെൻറ്റിമീറ്റർ ഇവിടേക്ക് നീട്ടി വരയ്ക്കുന്നു. ഓക്കെ ആണല്ലോ. എന്നിട്ട് കോമ്പസ് ഇവിടെ വയ്ക്കുക. പകുതിയിൽ കൂടുതൽ ദൂരം എടുക്കുക. കോമ്പസ് ഇവിടെ വയ്ക്കുന്നു. പകുതിയിൽ കൂടുതൽ ദൂരം എടുക്കുന്നു. മുകളിലേക്കൊരു ചാപം വരയ്ക്കുന്നു, താഴേക്കൊരു ചാപം വരയ്ക്കുന്നു. അത് മാറാതെ തന്നെ ഇവിടെ വെച്ചിട്ട് മുകളിലേക്കും താഴേക്കും വരയ്ക്കുന്നു. ഇതെന്തിനാണ് വരയ്ക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏതിൻ്റെ? ഈ ഒരു ലൈനിൻ്റെ. അപ്പോൾ ടോട്ടൽ 8 ആണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ച് 4 അടയാളപ്പെടുത്തിയാലും മതി. ഇനി അല്ലാത്ത കേസിലാണെങ്കിൽ ചിലപ്പോൾ 7.5 അല്ലെങ്കിൽ 8.5 എന്നൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടെത്താൻ ബുദ്ധിമുട്ടാവും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. ബൈസെക്ടർ വരയ്ക്കുക. ഒരു ലൈനിൻ്റെ ബൈസെക്ടർ വരയ്ക്കുക, സമഭാജി വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കോമ്പസ് വെച്ചിട്ട് പകുതിയിൽ കൂടുതൽ ദൂരം എടുത്തിട്ട് മുകളിലേക്കും താഴേക്കും വരയ്ക്കുക. അതേ അളവ് മാറാതെ കോമ്പസ് ഇവിടെ വയ്ക്കുന്നു. നമ്മൾ മുകളിലേക്കും താഴേക്കും വീണ്ടും ചാപം വരച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നു, തമ്മിൽ കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്റർ പോയിന്റ് കിട്ടും. ഈ സെൻറ്റർ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് ഇവിടേക്ക് കോമ്പസ് നീട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ലെങ്ത് എടുത്തിട്ട് നമ്മൾ ഒരു ഹാഫ് അല്ലെങ്കിൽ സെമി സർക്കിൾ വരയ്ക്കാം. അർദ്ധവൃത്തം വരയ്ക്കുന്നു. അർദ്ധവൃത്തം വരച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഫുള്ള് വരയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. അർദ്ധവൃത്തം വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഭാഗം നേരെ താഴത്തേക്ക് നീട്ടി വരയ്ക്കുന്നു. ഈ ഒരു ചതുരത്തിൻ്റെ ഈ വീതിയുടെ ഈ ഭാഗം എന്ത് ചെയ്യുന്നു? നമ്മൾ നേരെ താഴത്തേക്ക് നീട്ടി വരയ്ക്കുന്നു. നീട്ടി വരയ്ക്കുമ്പോൾ ഈ ഒരു പോയിന്റിൽ വന്ന് മുട്ടും അല്ലേ? ഈ ഒരു പോയിന്റിൽ വന്ന് മുട്ടും. എന്നിട്ട് കോമ്പസ് കൊണ്ട് ഇവിടെ നിന്നും ഇവിടേക്ക് എത്ര ഉണ്ടെന്ന് അളക്കുക. എന്നിട്ട് അതേ ദൂരം നമ്മൾ എന്ത് ചെയ്യുക? ഇവിടേക്ക് നീട്ടി വരയ്ക്കുക. ഓക്കെ, അതേ നീളം തന്നെ വീണ് താഴത്തേക്ക് ഇവിടെ ചാപം വരയ്ക്കുക. ഇവിടുന്ന് ഇതേ ലെങ്ത്ത് തന്നെ എടുത്തിട്ട് ഈ ഒരു ലെങ്ത്ത് തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യുക? അത് ഇവിടേക്കും കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ആ ചതുരത്തിൻ്റെ അതേ പരപ്പളവുള്ള സമചതുരം. ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ സെയിം ഏരിയ ഉള്ള സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ചിത്രം ഇതുപോലെയാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ചെയ്തത്? ഇവിടുന്ന് ഇവിടേക്കുള്ള നീളം എടുത്തു, കോമ്പസിലെടുത്തു. അതേ നീളം നമ്മൾ ഇവിടുന്ന് ഇവിടേക്ക് നീട്ടി വരച്ചു. സ്കെയിൽ ഉപയോഗിച്ചു. കാരണം കുറച്ച് നീട്ടി വരയ്ക്കാനുണ്ടാവും അല്ലേ? ഇത്ര ഭാഗമല്ല, അതിനേക്കാളും കുറച്ചുകൂടി നീട്ടി വരയ്ക്കാനുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത് നീട്ടി വരച്ചു. ഇനി ഇതേ ലെങ്ത്ത് കോമ്പസിലെടുത്തിട്ട് ഇവിടെ നിന്ന് ഇവിടേക്കൊരു ചാപം വരച്ചു അല്ലേ? അതേപോലത്തെ അതേ ലെങ്ത്ത് എടുത്തിട്ട് എന്ത് ചെയ്തു? അതേ നീളം എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് കോമ്പസിൽ നിന്നും വീണ്ടും ഇങ്ങോട്ടേക്ക് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് ഇവിടേക്കും കംപ്ലീറ്റ് ചെയ്യുന്നു, ഇവിടേക്കും കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു ചതുരത്തിൻ്റെ അതേ പരപ്പളവുള്ള സമചതുരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കുക. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെൻറ്റിമീറ്റർ. 15 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. ഓക്കെ, അപ്പോൾ 15 സെൻറ്റിമീറ്റർ സ്ക്വയറുള്ള സമചതുരം വരയ്ക്കുക. ഇതിന് നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഒരു സമചതുരം അല്ലെങ്കിൽ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലെങ്ത് ഉള്ള ലൈൻ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പി എ ഇൻറ്റു പി ബി സി ഇക്വൾ ടു പി സി ഇൻറ്റു പി ഡി അല്ലെങ്കിൽ പി എ ഇൻറ്റു പി ബി സി ഇക്വൾ ടു പി സി സ്ക്വയർ എന്നുള്ള റിലേഷൻ ഉപയോഗിക്കാൻ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 15 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ? 15 സെൻറ്റിമീറ്റർ സ്ക്വയറുള്ള ഒരു സമചതുരമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ആദ്യം നമുക്ക് 2 നമ്പർ കണ്ടെത്തണം. ആ 2 നമ്പറുകൾ ഗുണിച്ചു കഴിഞ്ഞാൽ 15 കിട്ടണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 2 നമ്പറുകൾ എടുത്തു, 5ഉം 3ഉം. അപ്പോൾ എന്താ ചെയ്തത്? 5ഉം 3 എടുത്തിട്ട് 5
3 ടോട്ടൽ 8 സെൻറ്റിമീറ്ററിൽ എന്ത് ചെയ്യുക, ഇതങ്ങ് വരയ്ക്കുക, ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക. എ സി 8 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുക. എന്നിട്ട് ബി എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യുക. കാരണം ബി സി എത്ര വരണം, 3 സെൻറ്റിമീറ്റർ ഒന്നും വരണം. ഇവിടെ എ ബി എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ വരണം. ആ രീതിയിൽ വരയ്ക്കുക. ഓക്കെ. എന്നിട്ട് എ സിയുടെ മിഡ് പോയിന്റ് കണ്ടെത്തുക, എ സിയുടെ മധ്യബിന്ദു കണ്ടെത്താം. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം, പകുതിയിൽ കൂടുതൽ ദൂരം എടുക്കുക, മുകളിലേക്ക് ചാപം, താഴേക്ക് ചാപം, തിരിച്ചും അല്ലേ ഇങ്ങനെ വരയ്ക്കുന്നു. ഇത് കണക്ട് ചെയ്യുന്ന പോയിന്റ് അല്ലേ, അതാണ് അതിൻ്റെ സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ വേണമെങ്കിൽ സെൻറ്റർ പോയിന്റ് കണ്ടെത്താം, അല്ലെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ചും ചെയ്യാം. അങ്ങനെ സെൻറ്റർ പോയിന്റ് കണ്ടെത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഇവിടേക്ക് കോമ്പസ് നീട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളൊരു അർദ്ധവൃത്തം വരയ്ക്കുന്നു. സെമി സർക്കിൾ നമ്മൾ വരയ്ക്കും. ആ സെമി സർക്കിളിൻ്റെ ഏത് ഭാഗത്താണ്, അല്ലെങ്കിൽ നോക്കുക, ഈ ബി എന്നുള്ള പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സെമി സർക്കിളിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് സ്ട്രൈറ്റിലെ 90 ഡിഗ്രിയിൽ വരയ്ക്കണേ. 90 ഡിഗ്രിയിൽ നമ്മുടെ പ്രൊട്രാക്ടർ ഉപയോഗിച്ച്, കോൺമാബിൻ ഉപയോഗിച്ചുകൊണ്ട് 90 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് മുകളിലേക്ക് വരയ്ക്കുന്നു. ബിയിൽ നിന്ന് നേരെ 90 ഡിഗ്രിയിൽ വരയ്ക്കുന്നു. അതെവിടെയാണോ ടച്ച് ചെയ്യുന്നത് നോക്കുക, അതെവിടെയാണ് ഈ സെമി സർക്കിളിനകത്ത് ടച്ച് ചെയ്യുന്നത്, ആ പോയിന്റ്. അപ്പോൾ അത് ബിയിൽ നിന്ന് ഡിയിലേക്കുള്ള അതേ ദൂരം എന്ത് ചെയ്യുക, ഇവിടുന്ന് ഈ സിയിലോട് കൂടി കൂട്ടി കൊടുക്കുക അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ബി സിയും ബി സിയുടെ കൂടെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും, ഇവിടെ കുറച്ച് സി ഇ എന്ന് പറയുന്ന ദൂരം നമ്മൾ എന്ത് ചെയ്താണ്, അല്ലെങ്കിൽ ആ ഒരു ലെങ്ത്ത് നമ്മൾ നീട്ടിയതാണ് അല്ലേ. അപ്പോൾ ബി ഡിയുടെ നീളം തന്നെ ആയിരിക്കണത് ബി ഇയുടെ നീളം. ഇവിടെ ജി എന്ന പോയിന്റ് കൊടുക്കുകയാണെങ്കിലോ, ഇതേ നീളം കോമ്പസിൽ എടുത്തുകൊണ്ട് ഇവിടുന്ന് ഇവിടേക്കൊരു ചാപം വരയ്ക്കുക അല്ലേ. ഇതേ നീളം ഇവിടുന്ന് ഇവിടേക്കൊരു ചാപം വരയ്ക്കുക. ഇത് കണക്റ്റ് ആവും. അപ്പോൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരെ താഴത്തേക്ക് വരയ്ക്കാം. ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സമചതുരം വരയ്ക്കാം. അതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നതായിരിക്കും 15 സെൻറ്റിമീറ്റർ സ്ക്വയർ. 15 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് √15 ആയിരിക്കും. അതുകൊണ്ടാണ് √15 × √15 വരുമ്പോൾ √15 എന്ന് മാറിയിട്ട് 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിട്ട് മാറുന്നു. ഓക്കെ. അപ്പോൾ ഈ മെത്തേഡിൽ നമുക്കത് വരയ്ക്കാവുന്നതാണ്. കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 5 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ഇൻ 3 ഡിഫറെൻറ്റ് വേസ്. റീകാൾ പൈതഗോറസ് തിയറം. 5 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം 3 വ്യത്യസ്ത രീതികളിൽ വരയ്ക്കുക. പൈതഗോറസ് തിയറം ഓർക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിൽ വരയ്ക്കാം. പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ വരയ്ക്കാൻ നോക്കാം. 3 സമചതുരങ്ങൾ വരയ്ക്കണം, സ്ക്വയേഴ്സ് വരയ്ക്കണം. അതിൻ്റെയൊക്കെ ഏരിയ, പരപ്പളവ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം, 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ വരച്ച അതേ രീതിയിൽ തന്നെ ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ 5 സ്ക്വയർ സെൻറ്റിമീറ്റർ വരണം. അപ്പോൾ 2 നമ്പറുകൾ കണ്ടെത്തണം. അത് ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടണം, 5 കിട്ടണം. അപ്പോൾ ഞാൻ 2 നമ്പറുകൾ കണ്ടെത്തി, 5ഉം 1ഉം. അത് രണ്ടും അങ്ങ് കൂട്ടി ടോട്ടൽ എത്ര കിട്ടി, 6 സെൻറ്റിമീറ്ററിൽ എ സി അങ്ങ് വരച്ചു. എ മുതൽ ബി വരെ 5, ബി മുതൽ സി വരെ 1 ആയിട്ട് ബി എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിൻ്റെ ബൈസെക്ടർ വരച്ചിട്ട് അതിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടെത്തുന്നു. അർദ്ധവൃത്തം വരയ്ക്കുന്നു, സെമി സർക്കിൾ വരയ്ക്കുന്നു. അർദ്ധവൃത്തം വരച്ചതിന് ശേഷം ഈ ബിയിൽ നിന്ന് 90 ഡിഗ്രിയിൽ നമ്മൾ മുകളിലേക്ക് വരയ്ക്കുന്നു. അതെവിടെയാണോ ടച്ച് ചെയ്ത് നോക്കുക, ടച്ച് ചെയ്യുന്ന പോയിന്റ് ഇവിടെ ഡി ആണ്. അതേ നീളം എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇവിടേക്ക് നീട്ടി വരയ്ക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഈ എന്നുള്ള പോയിന്റിലേക്ക്. ദെൻ അതേപോലെ തന്നെ ഇവിടുന്ന് ഇവിടേക്കും ചാപം വരയ്ക്കുക. ഇവിടുന്ന് അതേ നീളം എടുത്തിട്ട് ചാപം വരയ്ക്കുന്നു, ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ. അത് കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു സമചതുരം കിട്ടുന്നു. അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് √5 ആണ്. അതിൻ്റെ ടോട്ടൽ ഏരിയ, പരപ്പളവ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതേ രീതിയാണ് ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം രീതി. അടുത്ത രീതി എന്ന് പറയുന്നത് ഇതേ രീതിയിലാണ്. നോക്കുക, ഇവിടെ നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നു, ഒരു ത്രികോണം വരയ്ക്കുന്നു. അതിൻ്റെ ഒരു വശം 2 സെൻറ്റിമീറ്റർ, അടുത്ത വശം 1 സെൻറ്റിമീറ്റർ, 2, 1, 3. ഈ വശം എങ്ങനെ √5 കിട്ടുന്നത്, പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിക്കുമ്പോൾ അല്ലേ. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ. അപ്പോൾ നോക്കുക, ഇവിടെ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു മൂന്നാമത്തെ വശത്തിൻ്റെ സ്ക്വയർ. 1 സ്ക്വയർ എത്രയാണ്, 1. 2 സ്ക്വയർ എത്രയാണ്, 4. ടോട്ടൽ എത്ര കിട്ടി, 5. ഈ 5 എന്ന് പറയുന്നത് എന്താണ്, മൂന്നാമത്തെ വശത്തിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ മൂന്നാമത്തെ വശം കിട്ടാൻ എന്ത് ചെയ്യുക, അതിൻ്റെ റൂട്ട് എടുക്കുക. അങ്ങനെയാണ് ഇവിടെ √5 എന്ന് കിട്ടിയത്. ഓക്കെ. നിങ്ങൾ നോക്കിയാൽ മതി, 2 സ്ക്വയർ ഈ 2 വശത്തിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ അടുത്ത നമ്പർ കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി, 5 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ 2 സ്ക്വയർ 4, 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1, 4, 1, 5. 5 ആകുമ്പോൾ ഇവിടെ √5 വരും. ഓക്കെ. അപ്പോൾ ഈ ഒരു വശം √5. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ √5 കിട്ടി. ഇതേ നീളം എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 വശം 2 സെൻറ്റിമീറ്റർ, ഇവിടെ നമ്മൾ 90 ഡിഗ്രിയിൽ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ 90 ഡിഗ്രി വരയ്ക്കുന്നു, ഇവിടെ 1 സെൻറ്റിമീറ്റർ എന്ന് 90 ഡിഗ്രിയിൽ വരയ്ക്കണം, നിർബന്ധമാണ്.
ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ 1 സെൻറ്റിമീറ്റർ വരയ്ക്കുക, 90 ഡിഗ്രിയിൽ 1 സെൻറ്റിമീറ്റർ വരയ്ക്കുക, എന്നിട്ട് ഈ വശത്തേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു വശത്തിന് നീളം കിട്ടും. ഇതേ നീളം എന്ത് ചെയ്യുക? കോമ്പസിൽ എടുക്കുക, ഇവിടേക്ക് ചാമ്പ് വരയ്ക്കുക, 90 ഡിഗ്രി സെറ്റ് സ്ക്വയറിലോ അല്ലെങ്കിൽ പ്രൊട്രാക്ടറിലോ വെച്ചുകൊണ്ട് നമ്മൾ ഇവിടേക്ക് കണക്ട് ചെയ്യുന്നു. ഇവിടെ നിന്നും ഒരു ആർക്ക് മുകളിലേക്ക് വരയ്ക്കുന്നു, ഇവിടെ നിന്ന് ആർക്ക് മുകളിലേക്ക് വരയ്ക്കുന്നു, ഈ ഒരു സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ രീതി ഇതാണ്. ഓക്കെ, രണ്ടാമത്തെ രീതി നമ്മൾ ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്താണ്, ഇത് രണ്ടാമത്തെ രീതിയാണ്. ഇനി അടുത്ത നമ്മൾ നോക്കാനുള്ളത് അടുത്ത രീതിയിൽ എങ്ങനെയാണ് വരയ്ക്കുക. ഇതും ഇതേപോലെ തന്നെ, ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ 3 സെൻറ്റിമീറ്റർ. ഇവിടെ നേരെ നമ്മൾ ഹൈപ്പോട്ടന്യൂസ് കർണം 3 സെൻറ്റിമീറ്റർ നിർത്തും. അപ്പോൾ ഈ വശം കിട്ടാൻ എന്താ ചെയ്യുക? കർണം സ്ക്വയറിൽ നിന്ന് പാദം സ്ക്വയർ കുറയ്ക്കുക, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിൽ നിന്ന് ബേസ് സ്ക്വയർ കുറയ്ക്കുക. അപ്പോൾ 3 സ്ക്വയർ നോക്കുക, 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ചെയ്യുമ്പോഴാണ് ഈ സൈഡ് കിട്ടുക. 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9, 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4, 9 നിന്ന് 4 പോയി കഴിഞ്ഞാൽ 5, അപ്പോൾ 5 കിട്ടുന്നുണ്ട്. അപ്പോൾ √5 ആയിരിക്കും. ഈ സൈഡ് എന്ന് പറയുന്നത് √5 ആയിരിക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് √5 കിട്ടി. √5 കിട്ടിക്കഴിഞ്ഞാൽ ഇതേ ലെങ്ത് തന്നെ എന്ത് ചെയ്യുക? 90 ഡിഗ്രിയിൽ ഇവിടേക്ക് കണക്ട് ചെയ്യുക, ഇവിടെ നിന്ന് ഇവിടേക്ക് കണക്ട് ചെയ്യുക, നേരെ നമ്മുടെ കംപ്ലീറ്റ് ചെയ്യുക, നമ്മുടെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക. ഇതേ രീതിയിൽ നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ഡിഫറെൻറ്റ് വേസിൽ ഇപ്പോൾ നമ്മൾ വരച്ചു. ഒന്നാമത്തെ രീതി ഇത്, 2 ഈ രീതിയിൽ വരയ്ക്കാം. അത് നമ്മളെ ബേസും ഓൾട്ടിറ്റ്യൂഡും പാദവും ലംബവും ഒന്ന് മാറ്റിയെടുത്താൽ മതി. ഈ കേസിൽ അതുപോലെ തന്നെയാണ്. നമുക്ക് എന്ത് കിട്ടണം? 5 എന്നുള്ള നമ്പർ കിട്ടണം, അത് ആലോചിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള 2 നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ ഡിഫറൻസോ അല്ലെങ്കിൽ സമ്മോ, 2 സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുകയോ വ്യത്യാസമോ 5 കിട്ടുമോ എന്ന് നോക്കിയാൽ മതി. അതിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ ചിത്രം വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യം എന്താണ്? ചിത്രത്തിൽ വൃത്തത്തിലൂടെയുള്ള ഒരു വര ഒരു ഞാണിനെ 2ആയി ഭാഗിക്കുന്നു. വൃത്തത്തിൻ്റെ ആരം എത്രയാണ്? നോക്കുക. ഇൻ ദ പിക്ചർ എ ലൈൻ ത്രൂ ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ കട്ട്സ് അക്കോർഡിംഗ് ടു 2 പാർട്സ്. വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? ഇതാണ് നമ്മൾ പറഞ്ഞ PA × PB = PC × PD എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചോദ്യങ്ങൾ വരും, ലെങ്ത്ത് കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ വരും. അത്തരത്തിലുള്ള നമ്മുടെ സിലബസ് റിവൈസ് ചെയ്തപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണിത്. അപ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് എങ്ങനെയാണ് പോവുക? അപ്പോൾ PA × PB = PC × PD ആണ് ഇത്തരത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം എന്താണ്? അവിടെ പെർപെൻഡിക്കുലർ ആയിട്ടല്ല കട്ട് ചെയ്യുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ, വൃത്തത്തിൻ്റെ ആരം എത്ര എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിത്രത്തിൽ നിന്ന് മാറ്റി വരയ്ക്കും. ചിത്രം ഇതേ രീതിയിൽ വരും. നോക്കുക, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഓന്ന് കൊടുത്തു, സെൻറ്ററിന് ഓന്ന് കൊടുത്തു, PC എന്നാക്കി, PC കണക്ട് ചെയ്തു, ഇവിടെ OD കണക്ട് ചെയ്തു, മുകളിലേക്ക് D എന്നുള്ള പോയിൻ്റാണ്, OD എന്ന് കണക്ട് ചെയ്തു. ഇനി നമ്മൾ നോക്കുക, ഇപ്പോൾ എന്തായി? 2 ഞാണുകളായി. 2 ഞാണുകൾ വൃത്തത്തിനകത്ത് നോക്കുക, ഇങ്ങനെയുള്ള 2 ഞാണുകൾ വൃത്തത്തിനകത്ത് പരസ്പരം ലംബമല്ലാതെ കൂട്ടിമുട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? PA × PB = PC × PD ഉപയോഗിക്കാം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് PA × PB = PC × PD എന്നുള്ള ആ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, നമുക്ക് PA എത്രയാണ്? PA നമുക്കറിയാം 4, അപ്പോൾ ഞാനിവിടെ 4 എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ PB എത്രയാണ്? 6, അപ്പോൾ 4 × 6 എന്ന് കൊടുത്തു. ഈസ് ഈക്വൽ ടു സമം PC × കണ്ടോ, PC × PD. PDക്ക് പകരം എന്താ കൊടുക്കുന്നത്? PD എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ മുകളിൽ അല്ലേ, ഈ ഒരു ഇതുവരെയുള്ള ലെങ്ത്താണ്. PD എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് OP + OD ആണ്. അപ്പോൾ ഞാൻ എഴുതി OP + OD ആണ്. നോക്കിക്കേ, OPയും ODയും കൂട്ടിയതാണ് PD എന്ന് പറയുന്നത്, ശരിയല്ലേ? അപ്പോൾ ഞാൻ PA × PB = PC × PD എന്ന് എഴുതി. PA 4 എന്ന് കൊടുത്തു, PB 6 എന്ന് കൊടുത്തു, PC അതുപോലെ കൊടുത്തു. PDക്ക് പകരം മാത്രം ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. എന്താണത് കൊടുത്തത്? OP + OD ആണ് PD എന്ന് പറയുന്നത്. ഓക്കെ, അത് എഴുതി വെച്ചു. ക്ലിയർ ആണല്ലോ? ഇനി PA × PB 4 × 6 ചെയ്തപ്പോൾ എനിക്ക് 24 കിട്ടി. PC × OPയുടെ നീളം എത്രയാണ്? OPയുടെ നീളം 5 തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഴുതി വെച്ചു 5 തന്നിട്ടുണ്ട്. OD എന്ന് പറഞ്ഞാൽ എന്താണ്? O മുതൽ D വരെ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തത്തിൻ്റെ ആരമാണ്, റേഡിയസ് ഓഫ് ദി സർക്കിൾ ആണ്. അപ്പോൾ ഞാൻ പറയുന്നത് ODയും അതേപോലെ തന്നെ OCയും ഈക്വൽ ആണ്. ODയും OCയും തുല്യമാണ്. കാരണം എന്താ? അത് രണ്ടും വൃത്തത്തിൻ്റെ ആരമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ODക്ക് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? OC എന്ന് എഴുതുന്നു. കാരണം രണ്ടും സർക്കിളിൻ്റെ റേഡിയസ് ആണ്, വൃത്തത്തിൻ്റെ ആരമാണ്. അപ്പോൾ ODക്ക് പകരം ഞാൻ OC എന്ന് എഴുതി വെച്ചു. അപ്പോൾ 24 × PC × 5+. ഇനി OC എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? O മുതൽ C വരെയുള്ള ഈ ലെങ്ത്തിൻ്റെ പ്രത്യേകത എന്താണ്? OCയിൽ ഏതൊക്കെ കൂടിച്ചേർന്നിട്ടുണ്ട്? OP + PC. അപ്പോൾ ഞാൻ എഴുതി OP + PC അല്ലെങ്കിൽ PC + OP കൂടിച്ചേർന്നാണ് OC എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എഴുതി 24 = PC × 5+ PC + OP എത്രയാണ്? വീണ്ടും 5. ഓക്കെ, ഈ OPക്ക് വരെ വീണ്ടും 5 കൊടുത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 24 = PC × 5 + 5 10 + PC എന്ന് കിട്ടി.
അപ്പോൾ എഴുതി വെച്ചു 24 സമം പി സി ഇൻറ്റു 10 10 പി സി ചിഹ്നം പ്ലസ് പി സി ഇൻറ്റു പി സി പി സി സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, എങ്ങനെ കിട്ടിയത്? പി സി ഇൻറ്റു 10 പി സി ഇൻറ്റു പി സി സ്ക്വയർ. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്തു? പി സി സ്ക്വയറിന് ആദ്യം എഴുതി പി സി സ്ക്വയർ പ്ലസ് 10 പി സി സമം 24 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇത് എന്താണ്? ഒരു ക്വാഡ്രേറ്റിക് ഇക്വേഷനാണ്, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്നുള്ള പാഠഭാഗം നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്ന പാഠഭാഗം അതാണ്. അതിനകത്ത് വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഇത് മനസ്സിലാക്കി വയ്ക്കുക. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, സ്ക്വയർ വരുന്ന ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഞാൻ അതിൻ്റെ ഒരു സിമ്പിൾ മെത്തേഡാണ് പറയുന്നത്. ഇവിടെ സ്ക്വയർ കംപ്ലീഷൻ എന്നുള്ള മെത്തേഡാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വർഗ്ഗത്തികവ് എന്ന് പറയുന്ന മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? പി സി സ്ക്വയർ അതുപോലെ എഴുതി പ്ലസ് 10 പി സി അതുപോലെ എഴുതി. ഇനി അതിനപ്പുറത്ത് 25 ഉണ്ട്. ആ 25 എങ്ങനെയാണ് വന്നതെന്നാണ് പറയുന്നത്. എങ്ങനെ വന്നത്? ഇവിടെ പി സി സ്ക്വയർ അല്ലേ, ഇവിടെ തന്നിരിക്കുന്നതിൻ്റെ കൂടെ നമ്പർ ഇല്ല എങ്കിൽ, ഇവിടെ പി സി സ്ക്വയർ മാത്രമാണ്. ഇപ്പോൾ അവിടെ 4 പി സി സ്ക്വയറിനോ 5 പി സി സ്ക്വയറിനോ 7 പി സി സ്ക്വയറിനോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു നമ്പർ വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. നോക്കുക, എന്താണ് ചെയ്യേണ്ടത്? രണ്ടാമത് കിടക്കുന്ന നമ്മുടെ പി സിയുടെ കൂടെ കിടക്കുന്ന നമ്പർ എത്രയാണ് നോക്കുക. എത്രയാണ്? 10. 10ൻ്റെ പകുതി എടുക്കുക. 10ൻ്റെ പകുതി എത്ര? 5. 5ൻ്റെ സ്ക്വയർ എടുക്കുക 25. അതിവിടെ നമ്മൾ കൂട്ടിക്കൊടുത്തു പ്ലസ് 25. ഇനി 24 പ്ലസ് അപ്പുറത്തെ സൈഡിൽ 25 കൂട്ടിക്കൊടുക്കുക. കാരണം നമുക്ക് എന്താണ്? ഇത് എ പ്ലസ് ബി ഇത് ഹോൾ സ്ക്വയറിൻ്റെ ആൻസർ പോലെയാണ് കിടക്കുന്നത്. എ പ്ലസ് ബി ഇത് ഹോൾ സ്ക്വയർ അല്ലേ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന രീതിയിലാണ്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab ഉണ്ട്, ബി സ്ക്വയറിൻ്റെ സ്ഥാനത്തില്ല. അപ്പോൾ ബി സ്ക്വയർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ചാപ്റ്റർ കൂടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, രണ്ടാമത് കിടക്കുന്ന സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ അതിൻ്റെ വർഗ്ഗം രണ്ട് സൈഡിൽ നമ്മൾ കൂട്ടിക്കൊടുക്കുന്നു. അപ്പോൾ 10ൻ്റെ പകുതിയായിട്ടുള്ള 5, 5ൻ്റെ സ്ക്വയർ 25 രണ്ട് സൈഡിൽ നമ്മൾ കൂട്ടിക്കൊടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടി? എന്തിനാണത് അങ്ങനെ എഴുതുന്നത്? നമുക്ക് ഇതേ രീതിയിൽ അതിനെ ചുരുക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പി സി സ്ക്വയറിൻ്റെ സ്ക്വയർ ഒഴിവാക്കി പി സി എന്ന് എഴുതാം, പ്ലസ് 10ൻ്റെ പകുതി 5 എന്ന് എഴുതാം, ഹോൾ സ്ക്വയർ അല്ലേ. പി സി പ്ലസ് 5 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 49. 24 25 കൂട്ടുമ്പോൾ 49. എന്തുകൊണ്ട് അതിനെങ്ങനെ എഴുതിയത്? ഇതിനെ നിങ്ങൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ രൂപത്തിലേക്ക് മാറ്റി നോക്കൂ. അപ്പോൾ നമുക്ക് മുകളിൽ കിടക്കുന്ന ഈ ആൻസറിന് കിട്ടും. എ സ്ക്വയർ പി സി സ്ക്വയർ പ്ലസ് അല്ലേ 2ab 2 ഇൻറ്റു പി സി ഇൻറ്റു 5, 2 ഇൻറ്റു പി സി 2 പി സി 2 പി സി ഇൻറ്റു 5 10 പി സി ഇതവിടെ കിട്ടുന്നുണ്ട്. ദെൻ പി സ്ക്വയർ 5ൻ്റെ സ്ക്വയർ 25 കണ്ടോ. അപ്പോൾ അതേ രീതിയിലേക്ക് നമ്മളിതിനെ മാറ്റി എഴുതുന്നു. അപ്പോൾ പി സി സ്ക്വയർ പ്ലസ് 10 പി സി പ്ലസ് 25 നമുക്ക് എങ്ങനെ എഴുതാം? പി സി പ്ലസ് 5 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 24 25 കൂട്ടിക്കഴിഞ്ഞാൽ 49 അത് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? നമുക്ക് അതിൻ്റെ സ്ക്വയർ ഒഴിവാക്കണം. നമുക്ക് പി സിയുടെ നീളം കിട്ടണം. പി സിയുടെ നീളം കിട്ടണം. എന്നാലാണ് പി സിയുടെ നീളവും ഒ പിയുടെ നീളം കൂട്ടിയിട്ട് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റുള്ളൂ? വൃത്തത്തിൻ്റെ ആരം, റേഡിയസ് ഓഫ് ദി സർക്കിൾ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പി സി പ്ലസ് 5 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 49. അതിൽ നമ്മൾ സ്ക്വയർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ സ്ക്വയർ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡിൽ റൂട്ട് എടുക്കുന്നു. രണ്ട് സൈഡിൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ താൽക്കാലികം മനസ്സിലാക്കി ഒരു സൈഡിൽ എടുക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പി സി പ്ലസ് 5 സ്ക്വയർ പോയി അപ്പുറത്തെ റൂട്ട് എടുക്കുമ്പോൾ എന്താവും? റൂട്ട് 49 എത്ര വരും? 7. അപ്പോൾ പി സി പ്ലസ് 5 ഈക്വൽ ടു 7 എന്ന് കിട്ടി. അതിൽ നിന്നും പി സിയെ മാത്രം അവിടെ നിർത്തി, അപ്പുറത്തെ 7 ഉണ്ട് അല്ലേ, ഈ പ്ലസ് 5നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ -5 ആയിട്ട് മാറി. അപ്പോൾ 7 - 5 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി സിയുടെ നീളം 2 എന്ന് കിട്ടി. പി സിയുടെ നീളം 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കണ്ടെത്തണം? റേഡിയസ് ഓഫ് ദി സർക്കിൾ കണ്ടെത്തണം. അതിൽ പി സി 2 എന്ന് കിട്ടി. ഇനി റേഡിയസ് ആരം കണ്ടെത്താൻ വളരെ ഈസി അല്ലേ? എന്താണ്? ഒ മുതൽ സി വരെയാണ് എന്ത്? റേഡിയസ് എന്ന് പറയുന്നത്, ആരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒ സി എന്ന് പറയുന്നതാണ് റേഡിയസ്. ഒ സി എന്ന് പറയുന്നത് ഏതൊക്കെ കൂടി ചേർന്നാണ്? പി സിയും ഒ പിയും കൂടി ചേർന്നാണ്. പി സി പ്ലസ് ഒ പി അല്ലേ, നോക്കുക ഒ പി ആണ്. പി സി പ്ലസ് ഒ പി കൂടി ചേർന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ്? പി സി എത്ര കിട്ടിയത് നമുക്ക്? 2 എന്ന് കിട്ടി. പ്ലസ് ഒ പി എത്രയാണ്? 5 എന്ന് കിട്ടി. അപ്പോൾ 2 + 5 7. അതാണ് നമ്മുടെ വൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ഒരു ഹൈ ഓർഡർ ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് നോക്കി മനസ്സിലാക്കണം. നമ്മുടെ സെക്കൻഡ് ഡിഗ്രി എന്നുള്ള ചാപ്റ്റർ കൂടി പഠിക്കുമ്പോഴാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ആ ഒരു ടെക്നിക്ക് നിങ്ങൾ പഠിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, സിമിലർ ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ വൃത്തകേന്ദ്രത്തിൽ നിന്നുള്ള ഒരു വര വൃത്തത്തിലെ ഒരു ഞാണുമായി കൂട്ടുമുട്ടുന്നു. ഞാണിൻ്റെ 2 ഭാഗങ്ങളുടെയും നീളം എത്രയാണ്? ഇൻ ദ പിക്ചർ എ ലൈൻ ത്രൂ ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ മീറ്റ്സ് എ കോർഡ് ഓഫ് ദി സർക്കിൾ. വാട്ട് ആർ ദി ലെങ്ത്സ് ഓഫ് ദി 2 പീസസ് ഓഫ് ദി കോഡ്? എത്രയേ ഉള്ളൂ ഇതിൽ ഈ 2 ഭാഗങ്ങളുണ്ട് അല്ലേ. അതായത് വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ ഈ ഒരു
കോഡിനെ രണ്ടായിട്ട് ഈ ഒരു ഞാണിൻ്റെ രണ്ടായിട്ട് മുറിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ നീളം എത്രയാണ്, ഈ ഭാഗത്തിൻ്റെ നീളം എത്രയാണ്, ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പി എ ഇൻറ്റു പി ബി സിക്വൾ ടു പി സി ഇൻറ്റു പി ഡി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. കാരണം ഇത് പെർപെൻഡിക്കുലർ അല്ലാത്തതുകൊണ്ട് പി എ ഇൻറ്റു പി ബി സിക്വൾ ടു പി സി ഇൻറ്റു പി ഡി എന്നുള്ള ആ ഒരു ഇത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പി സിയും ഒ ഡിയും യോജിപ്പിച്ചു. നമുക്ക് പി സിയും ഒ ഡിയും ഞാൻ യോജിപ്പിച്ചു. ഇനി നമുക്ക് പറയാം പി എ ഇൻറ്റു പി ബി സിക്വൾ ടു പി സി ഇൻറ്റു പി ഡി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലായി. രണ്ട് ഞാണുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ്, രണ്ട് കോഡ്സുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കതിൻ്റെ റിലേഷൻഷിപ്പ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ നോക്കുക, എ ബി എന്ന് പറയുന്നത് 13 സെൻറ്റിമീറ്റർ. തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്ത് എഴുതി. എ ബി 13 ശരിയല്ലേ, തന്നിട്ടുണ്ട്. ഒ പി 3, ഒ മുതൽ പി വരെ 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഒ ഡി എന്ന് പറയുന്നത് റേഡിയസ് ആണ് അല്ലേ, ഒ മുതൽ ഡി വരെ എന്ന് പറയുന്നത് ആരമാണ്. അപ്പോൾ ആരത്തിനെ കാണിക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് 7 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഒ മുതൽ ഡി വരെയും ആരം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചു ഒ ഡി എന്ന് പറയുന്നത് ആരമാണ്, 7 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി നോക്കുക, പി സി എന്ന് പറയുന്നത് പി മുതൽ സി വരെ ഈ ഒരു ദൂരം എന്ന് പറയുന്നത്, പി മുതൽ സി വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ഒ സിയിൽ നിന്ന് ഒ പി കുറച്ചതാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചു പി സി എന്ന് പറയുന്നത് ടോട്ടൽ ഒ സിയിൽ നിന്ന് ഒ പി കുറച്ചാണ്, ഒ സി മൈനസ് ഒ പി. അപ്പോൾ ഒ സി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, ഒ ഡിക്ക് ഈക്വലാണ്. ഒ ഡി എന്തിന് ഈക്വലാണ്, റേഡിയസിന് ഈക്വലാണ്, ആരത്തിന് ഈക്വലാണ്. ആരം എത്രയാണ്, 7. അപ്പോൾ ഒ മുതൽ സി വരെ എന്ന് പറയുന്നത് 7 ആണ്. അതിൽ ഒ പി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 7 മൈനസ് 3 ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടി, ഇവിടെ പി സി 4 എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടത്, പി ഡിയുടെ നീളം കണ്ടെത്തണം, പി മുതൽ ഡി വരെ. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര കിട്ടുന്നുണ്ട്, ഇവിടെ ആരം 7 ആണ് നമുക്കറിയാം, റേഡിയസ് ഒ മുതൽ ഡി വരെ 7 ആണ് അല്ലേ, ഒ മുതൽ സി വരെയും 7 ആണ്. അപ്പോൾ ഇവിടെ ഒ മുതൽ ഡി വരെ 7ഉം ഒ മുതൽ പി വരെ 3ഉം ആണ്. അപ്പോൾ 7ഉം 3ഉം കൂട്ടുമ്പോഴാണ് പി ഡി കിട്ടുക അല്ലേ. ഒ ഡിയും ഒ പിയും കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, പി ഡി കിട്ടുക. പി ഡി ടോട്ടൽ എത്ര കിട്ടുക, 3 + 7 10 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ ചെയ്യാം. എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, പി എ ഇൻറ്റു പി ബി സിക്വൾ ടു പി സി ഇൻറ്റു പി ഡി നമുക്ക് ചെയ്യാം. പി എ അറിയോ നമുക്ക് എത്രയെന്നുള്ളത്, അറിയില്ല. അപ്പോൾ ഞാനതിനെ എക്സ് എന്നെടുത്തു. പി ബി എന്ന് പറയുന്നത് എത്രയാണ്, എ മുതൽ ബി വരെ മൊത്തം 13 ആണ്. അതിൽ പി എ എന്ന് പറയുന്നത് ഞാൻ എക്സ് എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന ഈ പി ബി എന്ന് പറയുന്ന ഭാഗം എത്രയായിരിക്കും, ടോട്ടൽ 13ൽ നിന്നും ഈ എക്സ് കുറച്ചതിന് തുല്യമായിരിക്കും. അപ്പോൾ ഞാൻ അതിനെ എഴുതി വെച്ചു, 13 മൈനസ് എക്സ് എന്ന് എഴുതി വെച്ചു. ഓക്കെ, ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. പി സി എത്ര നമുക്ക് കിട്ടിയത്, 4 ഇൻറ്റു പി ഡി എത്ര കിട്ടിയത്, ഇപ്പോൾ പറഞ്ഞോളൂ 10. അപ്പോൾ 4 ഇൻറ്റു 10. അപ്പോൾ നമ്മൾ എഴുതി എക്സ് ഇൻറ്റു 13 13x മൈനസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ സമം 4 ഇൻറ്റു 10 40 കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്തു, ഇതിനൊന്ന് ഓർഡർ ആക്കി ചെയ്തു. സെക്കൻഡ് ഡിഗ്രിയാണ് വരുന്നത്, ഇതിനകത്തൊക്കെ സെക്കൻഡ് ഡിഗ്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ മൈനസ് എക്സ് സ്ക്വയറിനെ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ ഒരു ഓർഡർ ആക്കി എഴുതുമ്പോൾ ശരിക്കും എന്താ വരിക, മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 13x സമം 40 എന്നാണ് വരിക. അപ്പോൾ ഒരിക്കലും ഒരു സെക്കൻഡ് ഡിഗ്രിയുടെ ഒരു രണ്ടാം കൃതി സമവാക്യത്തിൻ്റെ ആദ്യത്തെ കോഫിഷ്യൻറ്റിൻ്റെ സൈന് നെഗറ്റീവ് വരാറില്ല, നമ്മൾ പോസിറ്റീവ് ആക്കാറാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഈ മൈനസ് എക്സ് സ്ക്വയറിനെ പ്ലസ് എക്സ് സ്ക്വയർ ആക്കി മാറ്റാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഇക്വേഷനെ മുഴുവനായിട്ട് മൈനസ് കൊണ്ട് ഗുണിച്ചു. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആയി, മൈനസ് ഇൻറ്റു 13x മൈനസ് 13x ആയി സമം മൈനസ് ഇൻറ്റു 40 മൈനസ് 40 ആയി. ഓക്കെ, അങ്ങനെയാണത് വന്നത്. അപ്പോൾ എന്ത് ചെയ്തു, എക്സ് സ്ക്വയർ മൈനസ് 13x ഈ മൈനസ് 40 ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, പ്ലസ് 40 ആയി. ഇവിടെ ഞാൻ വേറൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആൻസർ കണ്ടെത്തിയത്. അപ്പോൾ ഓരോ സന്ദർഭത്തിനനുസരിച്ചും ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, പല മെത്തേഡുകളിലൂടെ സോൾവ് ചെയ്യാൻ സാധിക്കും. അത് ആ ചാപ്റ്ററിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്തു, എക്സ് സ്ക്വയർ മൈനസ് 13x പ്ലസ് 40 സമം 0 എന്ന് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ 2 നമ്പർ കണ്ടെത്തണം. ഈ ഒരു മെത്തേഡ് പ്രകാരം എന്താ ചെയ്യേണ്ടത്, 2 നമ്പർ കണ്ടെത്തണം. ആ 2 നമ്പറുകൾ ഗുണിച്ചു കഴിഞ്ഞാൽ പ്ലസ് 40 കിട്ടണം. അതേ 2 നമ്പറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ മൈനസ് 13 കിട്ടണം. ഓക്കെ, അതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 സംഖ്യകൾ ആലോചിക്കുന്നു. ആ 2 സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ മൈനസ് 13 കിട്ടണം. അതേ 2 സംഖ്യകൾ ഗുണിച്ചു കഴിഞ്ഞാൽ പ്ലസ് 40 കിട്ടണം. അങ്ങനെയുള്ള 2 സംഖ്യകൾ ഞാൻ കണ്ടെത്തി, -8ഉം -5ഉം. -8ഉം -5ഉം കൂട്ടിക്കഴിഞ്ഞാൽ -13 ആണ്. -8ഉം -5ഉം ഗുണിച്ചു കഴിഞ്ഞാൽ പ്ലസ് 40 ആണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഇതേ രീതിയിൽ അതിനെ എഴുതാം. x - 8 ഇൻറ്റു x - 5, കാരണം അത് ഗുണിച്ചു കഴിഞ്ഞാൽ ഇതേ ആൻസറിന് കിട്ടും. x ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് അല്ലേ
-8 ഇൻറ്റു എക്സ് -8x. ദെൻ എക്സിന് -5 -5x. -5x -8x കൂട്ടുമ്പോൾ -13x. -8 ഇൻറ്റു -5 ചെയ്യുമ്പോൾ +40. അപ്പം മേലത്തെ അതേ ഉത്തരം തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ 2 നമ്പറുകൾ കണ്ടെത്തി, 2 നമ്പറുകൾ ഗുണിച്ച് കഴിഞ്ഞാൽ +40ഉം അതേ 2 നമ്പറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ -13ഉം കിട്ടണം. അങ്ങനെയുള്ള 2 നമ്പറുകളാണ് -8ഉം -5ഉം. ഇത് 2 ഗുണിച്ച് കഴിഞ്ഞാൽ 0 കിട്ടണം എന്ന രീതിയിൽ നമ്മൾ എഴുതി വെച്ചു, ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താ? ഇത് 2 ഗുണിച്ച് കഴിഞ്ഞാൽ 0 കിട്ടണമെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ 0 കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഇവിടെ ആദ്യത്തെ നമ്പർ 0 ആയിരിക്കണം അല്ലേ? 0 ഇൻറ്റു x -5 ചെയ്യുമ്പോൾ 0 കിട്ടും. അപ്പോൾ ഇവിടുത്തെ 0 ആവണമെന്നുണ്ടെങ്കിൽ x എത്ര വരണം? 8. നല്ല 8 - 8 0. 0 ഇൻറ്റു x -5 ചെയ്യുമ്പോൾ 0 കിട്ടും. അപ്പോൾ ഇവിടെ ഇത് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എക്സിൻ്റെ വില 8 ആയിരിക്കണം, അല്ലെങ്കിലോ ഇവിടെ 0 ആയാലും മതി. x -8 ഇൻറ്റു 0 ചെയ്താലും 0 കിട്ടും. അപ്പോൾ ഇവിടെ 0 വരണമെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വില 5 ആയിരിക്കണം. അപ്പോൾ നമുക്ക് 2 വിലകൾ കിട്ടി. x = 8, x = 5. 8 5 എന്ന് കിട്ടി. അപ്പോൾ എന്താണ്? നമുക്ക് നോക്കുക, ഇവിടെ നമ്മൾ പി എയുടെ നീളമാണ് എക്സ് എടുത്തത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അതിൻ്റെ ലെങ്ത്ത് വെച്ച് നോക്കുന്ന സമയത്ത് പി യുടെ നീളം ഏറ്റവും ചെറിയ ലെങ്ത്ത് ആയിരിക്കുകയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം പി യുടെ നീളം 5 എന്നും അടുത്ത നീളം എന്തായിരിക്കും വരിക? ഓട്ടോമാറ്റിക്കലി 8 എന്ന് വരും. കാരണം ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എ ബി ആണ്. എ ബി എന്ന് പറയുന്നത് 13 സെൻറ്റിമീറ്റർ ആണ്. അതിൽ ഇപ്പോൾ നമുക്ക് എക്സ് എടുത്തത് 2 വിലകൾ കിട്ടിയിട്ടുണ്ട്, 8ഉം 5ഉം അല്ലേ? അപ്പോൾ നമ്മൾ ആ ചിത്രം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ചെറിയ ഭാഗം വരുന്നത് പി എ ആണ്. അപ്പോൾ പി എ 5 ആയിരിക്കാം അല്ലേ? പി ബി എന്ന് പറയുന്നത് 8 ആണ്. 2 ആൻസർ ശരിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ പി എ 8ഉം പി ബി 5ഉം കൊടുത്തു കഴിഞ്ഞാലും തെറ്റില്ല, രണ്ടും ശരിയാണ്. ആ 2 പാർട്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഞാണിൻ്റെ കോഡ്സിൻ്റെ 2 പാർട്ടിൻ്റെ 2 ഭാഗങ്ങളുടെയും നീളങ്ങൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, 5 എന്നും 8 എന്നും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒന്നുകൂടി ചെയ്ത് പഠിക്കേണ്ടതാണ്. ഈ ഒരു സെക്കൻഡ് ഡിഗ്രിയിലാണ് അതിൻ്റെ സൊല്യൂഷൻ കിടക്കുന്നത് എന്നുള്ളതൊരു ബുദ്ധിമുട്ട് മാത്രമാണ്. അപ്പോൾ ആ ഒരു ചാപ്റ്ററുകൾ കൂടി നിങ്ങൾ പഠിക്കുമ്പോഴാണത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്